ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടെറേറിയം നിർമ്മാണ രീതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ടെറേറിയം എന്ന് പറയുന്നത് ഒരു ചില്ല് ഭരണിക്കുള്ളിൽ കാടിൻ്റെ മാതൃകയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൂന്തോട്ട രീതിയാണ് ടെറേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ടെറേറിയത്തിനായിട്ട് നമുക്ക് ആദ്യം നമ്മളെടുത്തത് മോസ് ചെടിയാണ്. നമ്മുടെ ഭിത്തികളുടെ സൈഡിലൊക്കെ കാണുന്ന ഈ പച്ച കളറിലെ ചെടികളാണ് മോസ് എന്ന് പറയുന്നത്. മോസ് നമുക്ക് യൂസ് ചെയ്യാം. ചിബിൾ, ഫോൺ, ഗ്രാസ്, ഫിറ്റോണിയ, അങ്ങനെ പല ചെടികളും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിനുശേഷം പന്നൽ ചെടിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യുകയാണ്. പന്നൽ ചെടി, ചെറിയ പന്നൽ ചെടികൾ എടുക്കാം. ഇത് നമ്മുടെ കിണറിൻ്റെ സൈഡിലൊക്കെ കാണുന്ന പന്നൽ ചെടികളാണ് കേട്ടോ. ചെറുത് മതി, ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ചെറിയ പന്നൽ ചെടികൾ എടുക്കുന്നത്. നമുക്ക് കാക്ടസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ അതൊന്നും ഇല്ല, അപ്പോൾ ഞാൻ ഉള്ള ചെടികൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ടർട്ടിൽ വൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്, അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് നടയാണ്. ടർട്ടിൽ വൈൻ്റെ ഒരു ചെറിയ പീസ് വെറുതെ ഇട്ട് കൊടുത്താലും നല്ലോണം അത് സ്പ്രെഡ് ചെയ്ത് വളർന്നോളും. അതുകൊണ്ട് അതിൻ്റെ ചെറിയ കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം മതി, ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം മാത്രം മതി. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക. ഇപ്പം ഞാൻ തുറന്ന ടെറേറിയം രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ തുറന്ന ഗ്ലാസ് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കല്ലുകൾ ഇട്ട് കൊടുക്കുക. ഈ ഗ്ലാസ് നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മരക്കരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മരക്കരി എന്തിനാണ് ഇട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്ന മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ ചകിരിച്ചോറ് മറ്റുള്ളതിലൊക്കെ വല്ല വിഷാംശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കരി വലിച്ചെടുത്തോളും. അതുകൊണ്ടാണ് നമ്മൾ അതിട്ട് കൊടുക്കുന്നത്, കരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്ലോപ്പിംഗ് രീതിയിലാണ് ഇത് നിർമ്മാണം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ലോപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മണ്ണ് കൊണ്ട് തന്നെ. എവിടെ വെച്ച് കൊടുക്കണം, മണ്ണ് നമ്മൾ കൈവച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മോസ് ചെടി നമ്മൾ ഒരു കത്തിയോ എന്തെങ്കിലും അങ്ങനത്തെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും മോസ് ചെടി നേരിട്ട് നടാൻ പാടില്ല. മോസ് ചെടി പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് നടണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ പന്നൽ ചെടി നട്ട് കൊടുക്കുക. പന്നൽ ചെടി നടുമ്പോൾ ഇത്രയും വേര് വേണ്ട, കുറച്ച് വേര് മതി. വേര് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തായിപ്പോവും. അതുകൊണ്ട് കുറച്ച് വേരിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. ടെറേറിയം നിർമ്മാണ രീതിയിൽ നമ്മൾ നന കുറച്ച് മതി. ഇത് തുറന്ന ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഈർപ്പം കിട്ടും. പിന്നെ ടർട്ടിൽ വൈൻ അവിടെ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പോത്തോസ് വൈൻ ഉണ്ടല്ലോ, മണി പ്ലാന്റ്, നിയോൺ കളറിലെ മണി പ്ലാന്റും നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം വളർന്നോളും. കണ്ടോ, ഇനി കല്ലുകൾ അലങ്കരിക്കാനും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു വലിയ ഭരണിയാണെങ്കിൽ നമ്മൾ ഇതേ രീതി തന്നെ 2-3 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വേണം നടാനായിട്ട്, നമ്മുടെ ചെടി നടാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വെറുതെ നനച്ച് കൊടുത്താൽ മതി. വെറുതെ നമ്മൾ സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് നനച്ച് കൊടുക്കേണ്ടത്. ഞാൻ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ലൈറ്റായിട്ടാണ് നനച്ച് കൊടുക്കാറുള്ളത്. മാസത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെറേറിയം നിർമ്മാണ രീതിയാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയതാണ്, ഒരു ആനയും അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്.